ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SIPകൾ കൂടുതലായി ആളുകൾ നിർത്തുന്നു എന്നുള്ള ഒരു വാർത്ത ഫിനാൻഷ്യൽ ന്യൂസിലൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, എന്താണ് SIP സ്റ്റോപ്പേജ് റേഷ്യോ? അപ്പം മെയിനായിട്ടുള്ളൊരു ന്യൂസ് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഏപ്രിൽ, അതായത് കഴിഞ്ഞ മാസം SIP സ്റ്റോപ്പേജ് റേഷ്യോ എന്ന് പറയുന്നത് 300% ഉയർന്നു. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് SIP സ്റ്റോപ്പേജ് റേഷ്യോ എന്നുള്ളതാണ്. SIP സ്റ്റോപ്പേജ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീരീഡിൽ, അതായത് ഈ ഏപ്രിൽ മാസം എടുക്കുമ്പോൾ എത്രയാണോ SIPകൾ നിർത്തിയത്, എത്ര കൗണ്ട്, നമ്പറാണ്, എമൗണ്ട് അല്ല, എത്ര കൗണ്ടാണോ SIPകൾ നിർത്തിയത് ഡിവൈഡഡ് ബൈ എത്ര ന്യൂ SIPകൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് SIP സ്റ്റോപ്പേജ് റേഷ്യോ. അപ്പോൾ അത് 100% മുകളിൽ പോകുക എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് SIPs സ്റ്റോപ്പ് ചെയ്തു കമ്പയർഡ് ടു പുതിയ SIPകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അപ്പം 300% എത്തി എന്ന് പറയുമ്പോൾ ഇത് 3 ഇരട്ടിയായി. അതായത് ഒരു പുതിയ SIP സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിന് 3 SIP സ്റ്റോപ്പ് ചെയ്തു എന്ന് കണക്കാക്കാം. അപ്പോൾ ഇതിന് എല്ലാവർക്കും ഒരു പേടി ഉടലെടുക്കുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ SIP ഒരു ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ഏറ്റവും മാർക്കറ്റ് വോളറ്റിലിറ്റിനെ ബാധിക്കാത്ത രീതിയിൽ പോകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പം SIP കുറേ ആളുകൾ നിർത്തുക എന്ന് പറയുമ്പോൾ അതൊരു പേടിക്കേണ്ട ഘടകമല്ലേ? അപ്പം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ റിസ്ക്കിയാണോ? ഇപ്പം ഇക്വിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള SIPകൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണോ നല്ലതെന്ന് പലരുടെ അടുത്തും സംശയം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് പ്രതിപാദിക്കാം. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഒരു 3 റീസണാണ് ഈ SIP സ്റ്റോപ്പേജ് റേഷ്യോ 300% ഉയർന്നതിനായിട്ട് കാണുന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ടെനർ, SIPക്ക് ഒരു ടെനർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 5 വർഷമാണ് ടെനർ കൊടുത്തതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 5 വർഷം കഴിയുമ്പോൾ SIP സ്റ്റോപ്പ് ചെയ്യും. അതും SIP സ്റ്റോപ്പേജ് റേഷ്യോയിൽ കണക്കാക്കും. അപ്പം കോവിഡിന് ശേഷം വന്നിട്ടുള്ള SIPയിൽ വന്ന സർജുകൾ, അപ്പോൾ അതൊക്കെ അന്ന് തുടങ്ങിയ SIPകളൊക്കെ ഓട്ടോമാറ്റിക്കായി ക്ലോസ് ചെയ്യുന്നൊരു സമയമായി തുടങ്ങി. അപ്പം അതാണ് ഒരു ഫാക്ടർ. അത് ആ ഓട്ടോമാറ്റിക് ക്ലോഷർ അത് മാർക്കറ്റ് ഡിപ്പെൻഡൻ്റ് അല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് വോളട്ടൈലായിരുന്നു. അപ്പം മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പം കുറേ പേരെങ്കിലും SIP സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം. SIP സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് ക്യാഷ് ബഫർ വെച്ചിട്ട് എങ്ങനെയാണ് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടും SIP കുറേ ക്ലോസ് ചെയ്തിട്ടുണ്ടാവാം. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, റാദർ ദാൻ SIP ക്ലോസ് ചെയ്തിരിക്കാതെ ആളുകൾ ഇപ്പം 5-6 SIP ഉള്ള ആളുകൾ അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് മേ ബി ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടാവാം. കാരണം മാർക്കറ്റ് വോളറ്റിലിറ്റിയാണ്. അപ്പോൾ എല്ലാവരും റീബാലൻസ് ചെയ്യാൻ, പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പം ഈ 300% SIP സ്റ്റോപ്പേജ് റേഷ്യോ എന്ന് പറയുന്ന SIP സ്റ്റോപ്പ് ചെയ്ത നമ്പറിനെ മാത്രമാണ് കണക്കാക്കുന്നത്. അപ്പം മറ്റൊരു ചോദ്യം, ഈ സ്റ്റോപ്പേജ് റേഷ്യോ ഏതെങ്കിലും തരത്തിൽ ഇക്വിറ്റി സെൻറ്റിമെൻറ്റ്സിനെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡാറ്റ കാണിക്കുന്നത് അതൊരിക്കലും ഇല്ല എന്നാണ്. കാരണം നമ്മൾ ഈ ഏപ്രിലിലെ കണക്കെടുത്താൽ തന്നെ 26,000 കോടി രൂപയാണ് SIP വഴി വന്നത്. ആൻഡ് ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈയുമാണ്. അപ്പോൾ ഇൻഫ്ലോസിനെ ഇത് ബാധിച്ചിട്ടില്ല ഒരിക്കലും. അപ്പം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് കുറഞ്ഞു എന്ന് പറയുന്നത് ആക്ച്വലി ഇൻകറക്റ്റാണ്. വോളറ്റിലിറ്റി ഉണ്ടായ സമയത്ത് കൂടുതൽ റീബാലൻസ് ഉണ്ടായി. അതുപോലെ തന്നെ മുന്നേയുള്ള SIPകൾ അതിൻ്റെ ടെനറായപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോഷറായി എന്നുള്ളതാണ് മെയിൻ റീസൺസ്. വളരെ കുറച്ച് ശതമാനം മാത്രമേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് ക്ലോസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് വിട്ട് നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ SIP എന്ന് പറയുന്നത് ആക്ച്വലി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ദ ബെസ്റ്റ് ടൂളാണ്. അപ്പം അതിൽ കീപ്പ് ഓൺ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ മാർക്കറ്റ് വോളറ്റിലിറ്റി ഉണ്ടാകുമ്പം, അല്ലെങ്കിൽ മാർക്കറ്റ് കുറയുന്ന സമയത്ത് അതിൽ നിന്ന് കംപ്ലീറ്റായി മാറി നിൽക്കുക എന്ന് പറയുന്നത് ലോങ് ടേം ഗ്രോത്തിനെ വളരെ മോശമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. താങ്ക്സ്.